കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ, എനർജി, വോൾട്ടേജ്, പവർ, കറൻറ്റ് ഇതിങ്ങനത്തെ എല്ലാം ബേസിക് ആയിട്ടുള്ളത് കണ്ടു. നെക്സ്റ്റ് സെക്ഷനാണിത്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്ററിനെ എങ്ങനെയാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് റെസിസ്റ്റേഴ്സിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, ഒന്ന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആ രണ്ട് കോമ്പിനേഷൻസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ കോമ്പിനേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഒരു റെസിസ്റ്റർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിവൈസ് ഹാവിങ് എ റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ആൻ ഇലക്ട്രിക് കറൻറ്റ്. ഇലക്ട്രിക് കറൻറ്റിൻ്റെ പാസേജിന് വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു ഡിവൈസാണ് എന്ത്? റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് 2 ടെർമിനൽസ് ഉണ്ട്. ഈ ഫിഗർ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് താഴെ 2 എൻഡുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അതായത് 2 ടെർമിനൽസ് ഉള്ള ഒരു ഡിവൈസാണ് എന്ത്? റെസിസ്റ്റർ. റെസിസ്റ്റേഴ്സ് മെയിൻലി നമ്മളൊരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് കറണ്ട് ഫ്ലോ കുറക്കാൻ, സിഗ്നൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, വോൾട്ടേജസ് ഡിവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂസും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഈ റെസിസ്റ്ററിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പല കളേഴ്സ് കാണുന്നുണ്ട്. ഈ ഓരോ കളറിനും ഓരോ കോഡുണ്ട്. അതായത് ഈ കളർ കോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസിന് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്ററിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് സീരീസ് കോമ്പിനേഷനും ഒന്ന് പാരലൽ കോമ്പിനേഷനും. ഇനി സീരീസ് കോമ്പിനേഷനിൽ പറയുന്നത് രണ്ടും, അതായത് ഒന്നിനോട് അനുബന്ധമായിട്ട് മറ്റത് കണക്ട് ചെയ്താൽ അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന സർക്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയുക? സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ റെസിസ്റ്റൻസിലൂടെയും ഉള്ള കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അതാണ് സീരീസ് കോമ്പിനേഷനിൽ. പിന്നെ ഓരോ റെസിസ്റ്റൻസിന് എക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്ന സെക്കൻഡ് പോയിന്റ്. ഇൻ സീരീസ് കോമ്പിനേഷൻ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ഓരോ റെസിസ്റ്റൻസും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലൂടെയും സെയിം കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇൻ സീരീസ് കോമ്പിനേഷൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ റെസിസ്റ്ററിനും ഓരോ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ആ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോന്നിന് എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് കിട്ടൽ എങ്ങനെയാണ്? ഓരോ റെസിസ്റ്റൻസിന് എക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ വോൾട്ടേജ്. അതാണ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഇറ്റ്സ് ഈക്വൽ ടു ദ സം ഓഫ് ഡിഫറെൻറ്റ് വോൾട്ടേജ് ഡ്രോപ്സ്. പിന്നെ ആൻഡ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഇസ് ഓൾവേസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പക്ഷെ അപ്പോൾ R1 നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാളും എപ്പോഴും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും കിട്ടുക. ഇനി ഒരു ഫിഗർ നോക്കാം. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. R1, R2, R3 ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ചിന് അടുത്തത് എങ്ങനെയായിരിക്കും സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുക. ഇവിടെ ഫിഗറിൽ 3 റെസിസ്റ്റേഴ്സും അതിന് എക്രോസ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് സോഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് ഈ R1, R2, R3 എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് അഥവാ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ RE പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. RE is equal to R1 plus R2 plus R3. ഇനി സീരീസ് കോമ്പിനേഷനിലെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം സർക്യൂട്ട് പിന്നീട് ഫങ്ഷൻ ആകില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാത്തിനും എക്രോസ് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ R1 പദവ വർക്കിംഗ് അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ R2ലേക്ക് കറണ്ട് ഫ്ലോ എത്തുമോ? ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള സർക്യൂട്ട് എന്തായിരിക്കും? നോട്ട് ഫങ്ഷനിങ് ആയിട്ട് മാറും. ഇനി നമുക്കതിൻ്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ നോക്കാം. ഇതിൽ 3 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R1, R2, R3 വോൾട്ടേജ് സോഴ്സ് V തന്നിട്ടുണ്ട്. അപ്പോൾ R1ന് എക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആണ്. R2ന് എക്രോസ് ഉള്ള വോൾട്ടേജ് V2 ആൻഡ് R3ന് എക്രോസ് ഉള്ള വോൾട്ടേജ് V3. കാരണം ഓരോ റെസിസ്റ്റൻസിന് എക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ കറണ്ട് നമ്മൾ ജനറലായിട്ട് I റെപ്രസെൻ്റ് ചെയ്തു. വോൾട്ടേജസ് V1, V2, V3. അക്കോർഡിംഗ് ടു ഓംസ് ലോ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓംസ് ലോ പ്രകാരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരുന്നു? കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓംസ് ലോ പ്രകാരം നമ്മൾ കണ്ടുവച്ചൊരു ഇക്വേഷൻ ആയിരുന്നു V = IR എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ Vക്ക് പകരം നമ്മൾ IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
IRE എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. RE എന്ന് പറയുന്നത് ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ആണ്, ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. കാരണം അവിടെ ഫിഗറിൽ 3 റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ IRE ഇസ് ഈക്വൽ ടു I കോമൺ ആണ് അവിടെ, അതുകൊണ്ട് അതിനെ പുറത്തെടുത്തു, R1 പ്ലസ് R2 പ്ലസ് R3. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ ഈ ഇവിടെയുള്ള ഐനെയാണ് ഈ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഐയും ക്യാൻസൽ ചെയ്തിട്ടാണ് അവിടെ എന്ത് വന്നത്, RE വന്നത്, ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അതായത് ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസും ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നത്. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻ പാരലൽ കോമ്പിനേഷൻ കറൻറ്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ് and the potential difference is constant and the equivalent resistance is always less than the either of the resistance included in the circuit. Series combinationൽ നമ്മൾ പറഞ്ഞു equivalent resistance എന്ന് പറഞ്ഞാൽ greater than individual resistance ആണ്. ഇവിടെ equivalent resistance എന്ന് പറഞ്ഞാൽ less than the individual resistance ആണ്. ഇതാണ് രണ്ടിൻ്റെ ഡിഫറൻസ്. ഇനി വേറെ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എൻ്റയർ സർക്യൂട്ട് പിന്നെ അവിടെ ഫങ്ഷൻ ചെയ്യില്ല. പക്ഷേ പാരലൽ കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫെയിലായി കഴിഞ്ഞാലും മറ്റ് സർക്യൂട്ട് വിൽ പെർഫോം ദെയർ വർക്ക് വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്. കാരണം ഇവിടെ ഫ്ലോ ഓഫ് കറൻറ്റ് ഒരു വേയിലൂടെ മാത്രമല്ല ഉള്ളത്, അക്രോസ് R2 R3, അതായത് 3 വേയ്സ് ഉണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ട് കറൻറ്റിൻ്റെ ഫ്ലോക്ക്. അതായത് ഏതെങ്കിലും ഒരു പാസേജിലെ ഫങ്ഷൻ കമ്പോണൻറ്റ് ഫ്യൂസായി കഴിഞ്ഞാലും കറൻറ്റ് ഫ്ലോ മറ്റ് 2 വഴികളിലൂടെ നടക്കും. അതുകൊണ്ട് ഇവിടെ എന്തായാലും എന്തും സംഭവിക്കില്ല, സർക്യൂട്ട് ഫങ്ഷനിങ് എന്തായാലും നടക്കും. മറ്റതുപോലെ സർക്യൂട്ട് നോട്ട് ഫങ്ഷനിങ് ആയിട്ട് മാറില്ല. അതാണ് 2 ഡിഫറൻസ്. അത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 പാത്ത് ഫോർ ദ ഫ്ലോ ഓഫ് കറൻറ്റ്. കാരണം കറൻറ്റിന് ഫ്ലോ ചെയ്യാൻ ഇവിടെ ഒന്നിലധികം വഴികളുണ്ട്. സീരീസിലാണെങ്കിൽ കറൻറ്റിന് ഫ്ലോ ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു കമ്പോണൻറ്റ് ഫ്യൂസായി കഴിഞ്ഞാലും എന്തുണ്ടാവില്ല പറഞ്ഞത്, സർക്യൂട്ട് ഫങ്ഷനിങ് ആവില്ല. ഇവിടെ ഫ്യൂസായി കഴിഞ്ഞാലും സർക്യൂട്ട് ഫങ്ഷനിങ് ആവും, കാരണം കറൻറ്റിന് മോർ ദാൻ 1 പാത്ത് ഉണ്ട്. ഇനി ഇത് നോക്കാം. കൺസിഡർ 3 റെസിസ്റ്റൻസ് R1, R2 ആൻഡ് R3 കണക്റ്റഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ വിത്ത് എ പവർ സപ്ലൈ ഓഫ് വോൾട്ടേജ് V. നൗ I is equal to I1 plus I2 plus I3. കാരണം ഇവിടെ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് എന്താണ്, ഡിഫറെൻറ്റ് കറണ്ടാണ്. അതാണ് R1 അക്രോസ് I1, R2 അക്രോസ് I2 ആൻഡ് R3 അക്രോസ് I3. അങ്ങനെയാണ്. അപ്പോൾ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V/R is equal to I ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, V/RE, അതായത് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ് RE. V/RE is equal to V/R1 പ്ലസ് V/R2 പ്ലസ് V/R3. അവിടെ V കോമൺ ആയിട്ടാണ്, അതുകൊണ്ടാണ് വീനെ ഔട്ട് സൈഡ് എടുത്തിട്ട് ബ്രാക്കറ്റിൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് എഴുതിയത്. എന്നിട്ട് ആ വീനെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അതാണ് V/RE ഇൻറ്റു വീനായി മാറിയത്, ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അതായത് ആ വിയും തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് 1/RE ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ പാരലൽ കോമ്പിനേഷനിൽ എപ്പോഴും ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ഇവിടെ എല്ലാം 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ് വരുന്നത്. ഇതാണ് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പോൾ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. സർക്യൂട്ട് എന്തായാലും പഠിക്കുക, ഈ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസും, കാരണം ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ് നമ്മൾ പ്രോബ്ലത്തിലെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.